AELH എന്നിവ തമ്മിലുള്ള ബന്ധം. അപ്പോൾ ഇവിടെ ഒരു സ്ക്വയർ പിരമിഡ് വരച്ചിട്ടുണ്ട്. അതിൻ്റെ ബേസ് എഡ്ജിനെയാണ് നമ്മൾ എ എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നത്. അതൊരു റെഡ് ലൈനിലാണ് എ മാർക്ക് ചെയ്തിരിക്കുന്നത്. ബേസ് എഡ്ജ് പാദവക്ക് എ. ഓക്കെ. ഇനി ട്രയാങ്കിളിൻ്റെ സൈഡുകളെ നമ്മൾ ലാറ്ററൽ എഡ്ജ് എന്നാണ് പറയുക, പാർശ്വവക്ക് എന്നാണ് പറയുന്നത്. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലെറ്റർ ഇ ആണ്. അപ്പോൾ ഇവിടെ വരച്ചിരിക്കുന്ന ഗ്രീൻ കളർ ലൈൻസ് ലാറ്ററൽ എഡ്ജ് അഥവാ പാർശ്വവക്ക് കാണിക്കുന്നു. അതുപോലെ തന്നെ അപ്പെക്സിൽ നിന്ന് ബേസ് എഡ്ജിന്റെ മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുന്ന ലൈൻ ഒരു ബ്ലാക്ക് ഡോട്ടഡ് ലൈൻ വരച്ചിട്ടുണ്ട്. അത് സ്ലാന്റ് ആയിട്ട് ആണ്. അപ്പെക്സിൽ നിന്ന് ബേസിന്റെ മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുന്നത് സ്ലാന്റ് ആയിട്ടാണ്. ചെരിവുയരം അതിനെ എൽ എന്ന് സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ അപ്പെക്സിൽ നിന്ന് സ്ക്വയറിന്റെ നടുഭാഗത്തേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഉയരമാണ്. ഹൈറ്റ് എച്ച് എന്ന് സൂചിപ്പിക്കുന്നു. ഒരു ബ്ലൂ ഡോട്ടഡ് ലൈൻ കൊണ്ട് എച്ച് വരച്ചിരിക്കുന്നു. ഹൈറ്റ് അഥവാ ഉയരത്തെ സൂചിപ്പിക്കാൻ എച്ച് എന്ന ലെറ്റർ ആണ് ഉപയോഗിക്കുന്നത്. ഇവിടെ നിങ്ങൾക്കൊരു സ്ക്വയർ പിരമിഡിന്റെ സ്കെലിട്ടൺ മോഡൽ കാണാം. ഇവിടെ ഈ ഭാഗം ഇതെന്താണ്? ട്രയാങ്കിളിന്റെ ഒരു സൈഡാണ്. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇ എന്ന ലെറ്റർ കൊണ്ടാണ്. ദാറ്റ് ഈസ് ലാറ്ററൽ എഡ്ജ്, പാർശ്വവക്ക്. അതേപോലെ അപ്പെക്സിൽ നിന്ന് ട്രയാങ്കിളിന്റെ ബേസിലോട്ട്, ട്രയാങ്കിളിന്റെ ബേസ് ഈസ് സെയിം ആസ് ദ ബേസ് ഓഫ് ദ സ്ക്വയർ ആണല്ലോ. പാദവക്കിന്റെ മിഡ് പോയിന്റിലേക്കാണ് ഈ ഒരു ലൈൻ കാണുന്നത്. ഞാനിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്യുന്നത് ഈ ഓറഞ്ച് കളറിൽ ഷെയ്ഡ് ചെയ്ത പോർഷൻ മാത്രമാണ്. അത് എന്ന് പറയുന്നത് അപ്പെക്സിൽ നിന്ന് ബേസ് എഡ്ജിന്റെ മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുന്നത് സ്ലാന്റ് ഹൈറ്റ് ഓഫ് ദ സ്ക്വയർ പിരമിഡ് ആണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ബേസ് എഡ്ജിന്റെ മിഡ് പോയിന്റിൽ നിന്ന് അതിന്റെ മറ്റൊരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എന്താണ്? ബേസ് എഡ്ജ് മൊത്തത്തിൽ നമ്മൾ എ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. പകുതി A/2. ഈ മൂന്ന് മെഷേഴ്സും ഒരു സ്ക്വയർ പിരമിഡ്, ഏത് സ്ക്വയർ പിരമിഡ് എടുത്താലും ഈ മൂന്ന് മെഷേഴ്സും റിലേറ്റഡ് ആണെന്ന് കാണാം. ഈ മൂന്ന് മെഷേഴ്സും ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ മൂന്ന് സൈഡുകളാണ്. ബിക്കോസ് സ്ലാൻഡൈറ്റ് എന്ന് പറയുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ഇൻസൈഡ് എനി സ്ക്വയർ പിരമിഡ് we can visualize a right angle triangle with lateral edge as hypotenuse. 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കാണുന്നത് ലാറ്ററൽ എഡ്ജ് ആണ്. So that is called hypotenuse of right angle triangle. Its perpendicular sides, മറ്റു രണ്ട് ലംബവശങ്ങൾ perpendicular sides, slanted of the pyramidum and half the base edgeമാണ്. ഏതൊരു സമചതുര സ്തൂപികയുടെ ഉള്ളിലും പാർശ്വവക്ക് കർണമായും ലംബവശങ്ങൾ സ്തൂപികയുടെ ചരിവുയരവും പാദവക്കിന്റെ പകുതിയുമായ ഒരു മട്ട ത്രികോണം കാണാൻ കഴിയും. സോ നമുക്ക് ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ മൂന്ന് സൈഡ്സ് അറിയാമെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്യാമെന്ന് പഠിച്ചിട്ടുണ്ട്. സോ ഈ വരച്ചിരിക്കുന്ന ഓറഞ്ച് കളറിൽ ഷെയ്ഡ് ചെയ്ത ട്രയാങ്കിൾ നമുക്കൊന്ന് മാറ്റി വരയ്ക്കാം. സോ നമ്മൾ അവിടെ നേരത്തെ കണ്ട ആ ഒരു ഓറഞ്ച് കളറിൽ ഷെയ്ഡ് ചെയ്ത റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിനെ ഇവിടെ മാറ്റി വരച്ചിരിക്കുന്നു. അവിടെ നമുക്ക് EL A/2 ആണുള്ളത്. സോ E ഈസ് ഹൈപ്പോട്ടന്യൂസ്, L ആൻഡ് A/2 ആർ പെർപെൻഡിക്കുലർ സൈഡ്സ്. അങ്ങനെയാണെങ്കിൽ ബൈ പൈതഗോറസ് തിയറം വെച്ച് നമുക്ക് എങ്ങനെ എഴുതാം? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണല്ലോ. അപ്പം E സ്ക്വയർ ഇസ് ഈക്വൽ ടു L സ്ക്വയർ പ്ലസ് A/2 ദ ഹോൾ സ്ക്വയർ. ഒരു കാര്യം ഓർക്കുക, സ്ക്വയർ പിരമിഡിൽ ELA റിലേറ്റഡ് ആണ്. ലാറ്ററൽ എഡ്ജ്, സ്ലാന്റ് ഹൈറ്റ്, ബേസ് എഡ്ജ് റിലേറ്റഡ് ആണ്. അപ്പൊ നിങ്ങൾക്കിത് ഓർക്കാനായിട്ട് ELA ഇല എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഓർക്കാം. ഒരു കോഡ് ഉപയോഗിച്ച് നമുക്ക് ഓർക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ എന്താ റിലേഷൻ? ഫസ്റ്റ് ലെറ്റർ ഈ ഓർഡറിൽ തന്നെ ഓർക്കുക. ELA ഫസ്റ്റ് വന്നാൽ E, അപ്പോൾ E സ്ക്വയർ. ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഒന്ന് വിഷ്വലൈസ് ചെയ്യാൻ പറ്റാത്ത കുട്ടികളോടാണ് ഞാൻ ഈ ഷോർട്ട് കട്ട് പറയുന്നത്. ELA റിലേഷൻ ബിറ്റ്വീൻ ELA. അപ്പൊ ആ ഓർഡറിൽ തന്നെ ഓർക്കുക. എന്നിട്ട് E കഴിഞ്ഞ് ആദ്യത്തെ ലെറ്റർ E ആണ്. സോ E സ്ക്വയർ
ദാറ്റ് ഇസ് ഈക്വൽ ടു, ഫസ്റ്റ് ലെറ്റർ കഴിഞ്ഞാൽ ഈക്വൽ ടു ഇടണം. അടുത്തത് ഏതാ? എൽ ആണ്. സോ എൽ സ്ക്വയർ പ്ലസ് എ വരുമ്പോൾ എപ്പോഴും എന്തുമായിട്ട് കണക്ട് ചെയ്തോളാം? എ ബൈ 2 സ്ക്വയർ. So this is the relation between ELA of a square pyramid. ഒരു സ്ക്വയർ പിരമിഡിന്റെ സ്കെലിറ്റൻ മോഡൽ ഒന്നുകൂടെ കൺസിഡർ ചെയ്യാം. ഇവിടെ നിങ്ങൾക്കൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കാണാൻ കഴിയും. ഒരു റെഡ് കളറിൽ ഷെയ്ഡ് ചെയ്ത റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഒരു സ്ക്വയർ പിരമിഡിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ കഴിയും. സോ ഇവിടെ മാർക്ക് ചെയ്ത 3 സൈഡുകളും ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പെക്സിൽ നിന്ന് ബേസ് എഡ്ജിന്റെ മിഡ് പോയിന്റിലേക്കുള്ള ലെങ്തിനെ നമ്മൾ പറയാം സ്ലാന്റ് ഹൈറ്റ് എന്നാണ്. സോ ദിസ് ഇസ് എൽ. അപ്പെക്സിൽ നിന്ന് സ്ക്വയറിന്റെ നടുവിലേക്കുള്ള പോയിന്റിലേക്കുള്ള ലെങ്തിനെ നമ്മൾ പറയാം ഹൈറ്റ് എന്നാണ്. ഓക്കെ, ഇനി നടുവിലത്തെ പോയിന്റിൽ നിന്ന് ബേസ് എഡ്ജിന്റെ മിഡ് പോയിന്റിലേക്കുള്ള ലെങ്ത് എന്താണ്? അതായത് ഇതാണ് നടുവിലത്തെ പോയിന്റ്. ഇവിടെ നിന്ന് ബേസ് എഡ്ജിന്റെ മിഡ് പോയിന്റിലേക്കുള്ള ലെങ്ത് എന്ന് പറയുന്നത് ബേസിന്റെ പകുതി തന്നെയാണ്. ബേസ് എഡ്ജിന്റെ പകുതി തന്നെയാണ്. സോ ദിസ് വൺ ഈസ് എ ബൈ 2. സോ എൽ, എച്ച് ആൻഡ് എ ബൈ 2 ആർ 3 sides of a right angle triangle. ഏതാണ് ഹൈപ്പോട്ടന്യൂസ്? എവിടെയാണ് 90 ഡിഗ്രി എന്ന് നോക്കാം. നമുക്കറിയാം ഹൈറ്റ് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. സോ ഇത് 90 ഡിഗ്രിയാണ്. സോ അതിന് ഓപ്പോസിറ്റ് വരുന്ന എൽ ആണ് എന്ത്? ഹൈപ്പോട്ടന്യൂസ്. ഓക്കെ, സോ ഇൻസൈഡ് എനി സ്ക്വയർ പിരമിഡ് we can visualize a right angled triangle with slant height as hypotenuse. Its perpendicular sides are the height of the pyramid and half the base edge. ഏതൊരു സമചതുര സ്തൂപികയുടെ ഉള്ളിലും ചെരിവുയരം കർണമായും ലംബവശങ്ങൾ സ്തൂപികയുടെ ഉയരവും പാദവക്കിന്റെ പകുതിയുമായ ഒരു മട്ടത്രികോണം കാണാൻ കഴിയും. റിലേഷൻ ബിറ്റ്വീൻ എൽ, എച്ച്, എ. അപ്പൊ നേരത്തെ കണ്ട ആ ഒരു ട്രയാങ്കിളിനെ ഇവിടെ മാറ്റി വരച്ചിരിക്കുന്നു. എൽ, എച്ച്, എ തമ്മിലുള്ള ബന്ധം. അപ്പൊ ആ ഓർഡറിൽ ഓർത്തോളാം. എൽ, എച്ച്, എ. നേരത്തെ ഇ എൽ എ എന്ന് ഓർത്ത പോലെ ഇവിടെ നമ്മൾ എൽ, എച്ച്, എ എന്ന് ഓർക്കുക. സോ ആദ്യത്തത് എൽ ആണ്. സോ എൽ സ്ക്വയർ ആദ്യത്തെ കഴിഞ്ഞാൽ അപ്പോൾ ഈക്വൽ ടു ഈക്വൽ ടു രണ്ടാമത്തെ എച്ച് സ്ക്വയർ പ്ലസ് എ വന്നാൽ എപ്പോഴും കണക്ട് ചെയ്തോളാം എ ബൈ 2. എ ബൈ 2 ദ ഹോൾ സ്ക്വയർ. സോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 റിസൾട്ടുകളാണ് നമ്മൾ പഠിച്ചത്. ഒരു സ്ക്വയർ പിരമിഡിന്റെ ബേസ് എഡ്ജ്, ലാറ്ററൽ എഡ്ജ്, സ്ലാന്റ് ഹൈറ്റ്, ഹൈറ്റ് എന്നിവ തമ്മിലുള്ള റിലേഷൻ. പാർശ്വവക്ക്, പാദവക്ക്, ഉയരം, ചരിവുയരം, ഈ 4 ടേംസുകൾ തമ്മിലുള്ള റിലേഷനാണ് നമ്മൾ പഠിച്ചത്. ആദ്യത്തത് ഇങ്ങനെ ഓർക്കുക, ഇല, ഇ എൽ എ. രണ്ടാമത്തത് എൽ, എച്ച്, എ. ഓക്കെ, ഇ എൽ എ വന്ന റിലേഷൻ എന്താണ്? ഇ സ്ക്വയർ ഇസ് ഈക്വൽ ടു എൽ സ്ക്വയർ പ്ലസ് എ ബൈ 2 ദ ഹോൾ സ്ക്വയർ. എൽ എച്ച് എ വന്നാൽ എന്താ റിലേഷൻ? എൽ സ്ക്വയർ ഇസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ പ്ലസ് എ ബൈ 2 ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇത് ബൈ ഹാർട്ട് തന്നെ പഠിക്കണം ഈ റിലേഷൻ. ഇനി അഥവാ സ്ക്വയർ പിരമിഡ് വരച്ച് ഈ ഒരു ട്രയാങ്കിൾസ് ഒക്കെ വിഷ്വലൈസ് ചെയ്ത് എക്സാമിന് എഴുതാൻ പറ്റുന്ന കുട്ടികളാണെങ്കിൽ അങ്ങനെ ആയാലും മതി. പക്ഷെ നിങ്ങൾ ഒരുപാട് സമയം എടുക്കും, നിങ്ങളുടെ ടൈം വെറുതെ വേസ്റ്റ് ചെയ്യും. സോ ഈ ചാപ്റ്ററിൽ നമുക്ക് വളരെ കുറഞ്ഞ റിസൾട്ടാണ് ബൈ ഹാർട്ട് പഠിക്കേണ്ടതുള്ളൂ. അതിൽ ആദ്യത്തെ റിസൾട്ടാണ് ഇപ്പോൾ എഴുതിയിരിക്കുന്നത്. റിലേഷൻ ബിറ്റ്വീൻ ഇ എൽ എ ആൻഡ് എൽ എച്ച് എ. ഓക്കെ, അപ്പൊ ഈ 2 കോഡുകളും ഓർത്ത് വെക്കുക, ഇ എൽ എ, എൽ എച്ച് എ. ഓക്കെ, എന്നിട്ട് ആ റിസൾട്ടും ഉപയോഗിച്ച് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം. റിലേഷൻ യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ സെക്കൻഡ് ടേം 2019 ചോദിച്ച 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നിങ്ങൾക്കൊരു ട്രയാങ്കിൾ കാണാം, ഒരു ഐസോസെൽസ് ട്രയാങ്കിൾ, 2 സൈഡ് ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾ. The lateral face of a square pyramid is given in the figure. What is the length of the base edge? Find the slant height of the pyramid. ഒരു സമചതുര സ്തൂപികയുടെ പാർശ്വമുഖം ചിത്രത്തിൽ തന്നിരിക്കുന്നു. പാദവക്കിന്റെ നീളമെന്ത്? സ്തൂപികയുടെ ചരിവുയരം കാണുക.
അപ്പൊ പാദവക്ക് അഥവാ ബേസ് എഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഐസോസെൽസ് ട്രയാങ്കിളിന്റെ ബേസ് തന്നെയാണ് ബേസ് എഡ്ജ് അഥവാ പാദവക്ക്. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ആൻസർ ഈസി ആയിട്ട് എഴുതാം. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ബേസ് എഡ്ജ് ഓർ പാദവക്കിന്റെ നീളം എന്താണ്? 10 സെന്റിമീറ്റർ തന്നെ ആണ്. ഓക്കെ, ഈ ഭാഗം തന്നെയാണ് ബേസ് എഡ്ജ് അഥവാ പാദവക്ക്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. സ്തൂപികയുടെ ചെരിവുയരം കാണുക. ദ സ്ലാന്റ് ഹൈറ്റ് ഓഫ് ദ പിരമിഡ്. അപ്പൊ പിരമിഡിന്റെ സ്ലാന്റ് ഹൈറ്റ് എന്ന് പറഞ്ഞ ഡെഫിനിഷനിലേക്ക് ആദ്യം പോവുക. എന്താണ്? അപ്പെക്സിൽ നിന്ന് ബേസ് എഡ്ജിന്റെ മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ലാന്റ് ഹൈറ്റ് എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് സ്ലാന്റ് ഹൈറ്റ്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന മെഷേഴ്സ് ഒന്ന് എഴുതാം. വി ഗോട്ട് ബേസ് എഡ്ജ്. ഓക്കെ, അപ്പൊ ബേസ് എഡ്ജിനെ നമ്മൾ എങ്ങനെയാ ഡിനോട്ട് ചെയ്യാ? എ ഈസ് ഈക്വൽ ടു 10 സെന്റിമീറ്റർ. ഇനി ഈ 13 സെന്റിമീറ്റർ തന്നിരിക്കുന്ന 13 സെന്റിമീറ്റർ സ്ക്വയർ പിരമിഡിന്റെ ഏത് മെഷറാണ്? സ്ക്വയർ പിരമിഡിന്റെ ഈ ട്രയാങ്കിളിന്റെ എഡ്ജ് ആണ്. ട്രയാങ്കിളിന്റെ എഡ്ജ് സ്ക്വയർ പിരമിഡിന്റെ ലാറ്ററൽ എഡ്ജ് അഥവാ പാർശ്വവക്ക് എന്നാണ് നമ്മൾ പറയുക. അപ്പൊ ലാറ്ററൽ എഡ്ജിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ, നമുക്കിവിടെ ലെറ്റർ ആണ് ആവശ്യം. ഓക്കെ, ലാറ്ററൽ എഡ്ജിന് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്താണ്? ഇ ആണ്. സോ ഇ ഈസ് ഈക്വൽ ടു 13 സെന്റിമീറ്റർ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ചെരിവുയരം അഥവാ സ്ലാന്റ് ഹൈറ്റ് ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എൽ ആണ് കാണേണ്ടത്. സോ എയും ഇയും എല്ലും, എയും ഇയും എല്ലും എങ്ങനെ റിലേറ്റഡ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. രണ്ട് റിലേഷൻ ആണ് നമ്മൾ പഠിച്ചത്, ഇ എൽ എയും എൽ എച്ച് എയും. അപ്പൊ ഇതിൽ ഏത് റിലേഷനാണ് ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത്? എ വേണം, ഇ വേണം, എൽ വേണം. ഏതാണ് റിലേഷൻ? ഒന്നാമത്തെ റിലേഷൻ ആണ്. സോ നിങ്ങൾ ആദ്യം തന്നെ ഒരു കൺഫ്യൂഷൻ ഇല്ലാണ്ടിരിക്കാൻ ഈ സൈഡിൽ ഇങ്ങനെ എഴുതി വെക്കാം. സോ ആ റിലേഷൻ എഴുതാം. എന്താ? ഇ സ്ക്വയർ, ആദ്യത്തെ ലെറ്റർ കഴിഞ്ഞ് സ്ക്വയർ ഇടുക, ഇസ് ഈക്വൽ ടു രണ്ടാമത്തെ ലെറ്റർ എൽ സ്ക്വയർ പ്ലസ് മൂന്നാമത്തെ എയുടെ പകുതി വേണം എടുക്കാൻ, a/2 ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇനി തന്നിരിക്കുന്ന മെഷേഴ്സ് ഓരോ സ്ഥലത്തും കൊടുക്കുക. ഈ നമുക്കറിയാം എത്രയാണ്? 13 ആണ്. സോ 13 സ്ക്വയർ ഇസ് ഈക്വൽ ടു എൽ നമുക്കറിയില്ല. സോ നമുക്ക് എൽ സ്ക്വയർ തന്നെ എഴുതാം പ്ലസ് a/2 സ്ക്വയർ. എ 10 ആണെങ്കിൽ a/2 എത്രയാണ്? 10ന്റെ പകുതി എത്രയാണ്? 5 ആണ്. സോ നമുക്കിവിടെ 5 സ്ക്വയർ എന്ന് എഴുതാം. 13 സ്ക്വയർ 13ന്റെ വർഗം, 13 ഇൻറ്റു 13 നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്, 169. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു എൽ സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ എത്രയാണ്? 25 ആണ്. നമുക്ക് കാണേണ്ടത് എൽ സ്ക്വയർ ആണ്, എൽ ആണ് നമുക്ക് കാണേണ്ടത്. സോ ആ ടേമിനെ മാത്രം ഒരു സൈഡിൽ വെച്ച് അതിന്റെ കൂടെയുള്ള ടേംസിനെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് എടുക്കുക. സോ പ്ലസ് 25 ഉണ്ട്, അതിന് നമുക്ക് ലെഫ്റ്റിലോട്ട് എടുക്കുമ്പോൾ -25. അപ്പോൾ ഓൾറെഡി ലെഫ്റ്റിലുള്ള 169 എഴുതുക, -25 ഇസ് ഈക്വൽ ടു ആണ് എന്ത്? എൽ സ്ക്വയർ. നൗ വാട്ട് ഇസ് 169 - 25? 169 25 കുറച്ച് കഴിഞ്ഞ് വി ഗെറ്റ് 144. 144 ആണ് എൽ സ്ക്വയർ. സോ ഇനി ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതാണ്. എൽ സ്ക്വയർ 144 ആണെങ്കിൽ വാട്ട് ഇസ് എൽ? എന്തിന്റെ സ്ക്വയർ ആണ് 144? അഥവാ 144ന്റെ സ്ക്വയർ റൂട്ട് എന്താണ്? നമ്മൾ അതും പഠിച്ചിട്ടുണ്ട്, 12 ആണ്. സോ എൽ ഇസ് ഈക്വൽ ടു 12. നെഗറ്റീവ് വാല്യൂ എഴുതരുത്. സോ ലെങ്ത് എന്ന് പറയുന്നത് ഒരിക്കലും നെഗറ്റീവ് ആണ്. സോ എൽ ഇസ് ഈക്വൽ ടു 12 സെന്റിമീറ്റർ. വാട്ട് ഇസ് എൽ? സ്ലാന്റ് ഹൈറ്റ്. ദാറ്റ് ഈസ് സ്ലാന്റ് ഹൈറ്റ് അഥവാ ചെരിവുയരം. സ്ലാന്റ് ഹൈറ്റ് ഇസ് ഈക്വൽ ടു 12 സെന്റിമീറ്റർ എന്ന് ആൻസർ കിട്ടും. ടെക്സ്റ്റ് ബുക്ക് എക്സസൈസ് ക്വസ്റ്റ്യൻ നമ്പർ 3, പേജ് നമ്പർ 194. Prove that in any square pyramid, the squares of the height, slant height and lateral edge are in arithmetic sequence. ഏത് സമചതുര സ്തൂപികയിലും ഉയരം, ചെരിവുയരം, പാർശ്വവക്ക് എന്നിവയുടെ വർഗങ്ങൾ സമാന്തര ശ്രേണിയിലാണെന്ന് തെളിയിക്കും. സോ നമുക്കിവിടെ തന്നിരിക്കുന്നത് ഹൈറ്റും സ്ലാന്റ് ഹൈറ്റും ലാറ്ററൽ എഡ്ജുമാണ്. സോ ഹൈറ്റ് അഥവാ ഉയരത്തിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഏതാണ്? എച്ച്. ഓക്കെ, രണ്ടാമത്തത് സ്ലാന്റ് ഹൈറ്റ് അഥവാ ചെരിവുയരം, അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ലെറ്റർ എൽ ആണ്. മൂന്നാമത്തത് ലാറ്ററൽ എഡ്ജ് അഥവാ പാർശ്വവക്ക്,
അതിനുപയോഗിക്കുന്ന ലെറ്റർ നമ്മൾ ഇ ആണ്. നമുക്ക് എന്താണ് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത്? ഈ മൂന്നെണ്ണത്തിന്റെയും എച്ചിന്റെയും എല്ലിന്റെയും ഇന്റെയും സ്ക്വയേഴ്സ് അരിത്മെറ്റിക് സീക്വൻസിലാണെന്ന് പ്രൂവ് ചെയ്യണം. ദാറ്റ് ഈസ് വി ഹാവ് ടു പ്രൂവ് എച്ച് സ്ക്വയർ കോമ രണ്ടാമത്തത് എൽ. സോ എൽ സ്ക്വയർ കോമ മൂന്നാമത്തത് ഇ സ്ക്വയർ ആർ ഇൻ അരിത്മെറ്റിക് സീക്വൻസ്. ഇത് മൂന്നും ഇതിന്റെ സ്ക്വയേഴ്സ് എച്ച് സ്ക്വയർ എൽ സ്ക്വയർ ഇ സ്ക്വയർ സമാന്തര ശ്രേണിയിലാണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ നമുക്ക് ഒരു സീക്വൻസിലെ 3 ടേംസ് തന്നിട്ടുണ്ടെങ്കിൽ അവ അരിത്മെറ്റിക് സീക്വൻസിലാണ് എന്ന് എങ്ങനെയാണ് പറയുക? So h square is first term of the arithmetic sequence, L square is second term, E square is the third term. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ 3 ടേംസ് അരിത്മെറ്റിക് സീക്വൻസിലാണെന്ന് എങ്ങനെയാണ് നമ്മൾ പ്രൂവ് ചെയ്യുക? സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം കാണാം, തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം കാണാം. രണ്ടും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ആ കിട്ടുന്ന വാല്യൂവിന് നമ്മൾ പറയുന്ന പേരാണ് കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം ആണല്ലോ. അപ്പൊ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എൽ സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയർ എത്രയാന്ന് കാണണം, ഇ സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ എത്രയാന്ന് കാണണം. അത് രണ്ടും സെയിം ആണെന്ന് കാണിക്കണം. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ സേ എച്ച് സ്ക്വയർ എൽ സ്ക്വയർ ഇ സ്ക്വയർ ആർ ഇൻ അരിത്മെറ്റിക് സീക്വൻസ്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ കാണും ഹിയർ, നമുക്ക് അത് എഴുതി വെക്കാം. ഹിയർ x1 ദാറ്റ് മീൻസ് ഫസ്റ്റ് ടേം ആദ്യ പദം എച്ച് സ്ക്വയർ x2 സെക്കൻഡ് ടേം അഥവാ രണ്ടാം പദം എൽ സ്ക്വയർ x3 തേർഡ് ടേം അഥവാ മൂന്നാം പദം ഇ സ്ക്വയർ. നമ്മൾ ആദ്യം കാണാം x2 മൈനസ് x1. ഇത് നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്. ഓക്കെ, x2 മൈനസ് x1 എന്ന് പറഞ്ഞാൽ എൽ സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയർ എന്താണ് വരിക? അപ്പൊ നമ്മൾ റിലേഷൻ പഠിച്ചിട്ടുണ്ട്. എല്ലും എച്ചും തമ്മിൽ വരുന്ന റിലേഷൻ ഏത്? അപ്പൊ നമുക്ക് റിലേഷൻ സൈഡിൽ എഴുതി വെക്കാം. ഇ എൽ എയും എൽ എച്ച് എയുമാണ്. അപ്പൊ എല്ലും എച്ചും വരുന്നത് എവിടെയാണ്? എൽ എച്ച് എയിലാണ് എല്ലും എച്ചും വരുന്നത്. സോ എൽ എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? എൽ സ്ക്വയർ ഇസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ പ്ലസ് എ ബൈ 2 ദ ഹോൾ സ്ക്വയർ ആണ് ആണല്ലോ. അപ്പൊ നമുക്കിവിടെ വേണ്ടത് എൽ സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയർ ആണ്. എന്ന് പറഞ്ഞാൽ ഈ റിലേഷനിൽ എച്ച് സ്ക്വയറിനെ ലെഫ്റ്റിലോട്ട് എടുക്കുമ്പോൾ വി ഗെറ്റ് എൽ സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയർ. അപ്പൊ റൈറ്റ് സൈഡിൽ ബാക്കി എന്തേ ഉണ്ടാവുള്ളൂ? എ ബൈ 2 ദ ഹോൾ സ്ക്വയർ. സോ എൽ സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എ ബൈ 2 ദ ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ, ഇനി അടുത്തത് x3 മൈനസ് x2 കാണും. ഓക്കെ, x3 ഈസ് ഇ സ്ക്വയർ ആണ്, x2 ഈസ് എൽ സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്താ കിട്ടിയത്? ഇ സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ. ഇയും എല്ലും വരുന്ന റിലേഷൻ ഇ എൽ എയിലുള്ള റിലേഷൻ ആണ്. ദാറ്റ് ഈസ് ഇ സ്ക്വയർ ഇസ് ഈക്വൽ ടു എൽ സ്ക്വയർ പ്ലസ് എ ബൈ 2 ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പൊ ഇ സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ കിട്ടണമെങ്കിൽ എൽ സ്ക്വയറിനെ ലെഫ്റ്റിലോട്ട് എടുത്താൽ മതി. അപ്പൊ എൽ സ്ക്വയർ ലെഫ്റ്റിലോട്ട് എടുത്താൽ റൈറ്റ് സൈഡിൽ ബാക്കി എന്തേ ഉള്ളൂ? എ ബൈ 2 ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പൊ നമ്മൾ x2 മൈനസ് x1 കണ്ടപ്പോൾ എ ബൈ 2 ദ ഹോൾ സ്ക്വയർ കിട്ടി. x3 മൈനസ് x2 കണ്ടപ്പോഴും എന്ത് തന്നെ കിട്ടി? എ ബൈ 2 ദ ഹോൾ സ്ക്വയർ കിട്ടി. സോ നമുക്ക് പറയാം ഈ 3 ടേംസും ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ ടേംസ് ആണെന്ന്. അപ്പൊ നമുക്ക് എഴുതാം x2 മൈനസ് x1 ഇസ് ഈക്വൽ ടു x3 മൈനസ് x2. Therefore, a by 2 the whole square is the common difference. പൊതുവ്യത്യാസം. Hence, h square comma l square comma e square are in arithmetic sequence. ഇവയുടെ വർഗങ്ങൾ സമാന്തര ശ്രേണിയിലാണ്. സെക്കൻഡ് ടേം 2016 ചോദിച്ച 4 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണിത്. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ബേസ് എഡ്ജ്, സ്ലാന്റ് എയ്റ്റ് ആൻഡ് ഹൈറ്റ് ഓഫ് എ സ്ക്വയർ പിരമിഡ് വിത്ത് ഓൾ ഇറ്റ്സ് എഡ്ജസ് ഈക്വൽ. എല്ലാ വക്കുകളും തുല്യമായ ഒരു സമചതുര സ്തൂപികയുടെ പാദവക്കും ചെരിവുയരവും ഉയരവും തമ്മിലുള്ള അംശബന്ധം കാണുക. അപ്പം നമുക്കതിന്റെ ലാറ്ററൽ ഫേസ് മാത്രം വരയ്ക്കുകയാണെങ്കിൽ എഡ്ജസ് എന്ന് ഉദ്ദേശിക്കുന്നത് ലാറ്ററൽ എഡ്ജസും ബേസ് എഡ്ജസും മാത്രമാണ്. ഓക്കെ, സോ ബേസ് എഡ്ജിന്റെ ലെങ്ത്തും ലാറ്ററൽ എഡ്ജിന്റെ ലെങ്ത്തും സെയിം ആണെന്ന് ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്.
ബേസ് എഡ്ജിനെ സാധാരണ നമ്മൾ ഡിനോട്ട് ചെയ്യുക എ ആണ്. സോ അതേ ലെങ്ത് തന്നെയാണ് ലാറ്ററൽ എഡ്ജായ ഇക്കും ഉള്ളത്. സോ ഇ എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്, ഈ ക്വസ്റ്റിനകത്ത് എ തന്നെയാണ്. ഓക്കെ, സോ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് ഏതൊക്കെ തമ്മിലുള്ള റേഷ്യോ ആണ് നമുക്ക് കാണേണ്ടത്, ബേസ് എഡ്ജും സ്ലാൻഡൈറ്റും ഹൈറ്റും ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ബേസ് എഡ്ജ് എ ആയിട്ട് എടുത്തു. ഇ എന്ന് പറയുന്നതും എ തന്നെയാണ്. സ്ലാൻഡൈറ്റ് കാണണം. അപ്പൊ സ്ലാൻഡൈറ്റ് എന്ന് പറയുന്നത് എൽ ആണ്. ഓക്കെ, അപ്പൊ ഇയും എയും അറിയാമെങ്കിൽ എൽ കാണാനുള്ള ഒരു റിലേഷൻ നമുക്കുണ്ട്, ഇ എൽ എ. ഇ എൽ എ വെച്ച് നമുക്ക് ഇ സ്ക്വയർ എന്ന് പറയുന്നത് എൽ സ്ക്വയർ പ്ലസ് എ ബൈ 2 ദ ഹോൾ സ്ക്വയർ ആണ്. ഇ എന്ന് പറയുന്നത് ഈ ക്വസ്റ്റിനകത്ത് എന്ത് തന്നെയാണ്, എ തന്നെയാണ്. ഓക്കെ, സോ എ സ്ക്വയർ ഇസ് ഈക്വൽ ടു എൽ സ്ക്വയർ പ്ലസ് എ ബൈ 2 ദ ഹോൾ സ്ക്വയർ എന്ന് വരും. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ ഫൈൻഡ് എൽ സ്ക്വയർ. ഓക്കെ, എൽ സ്ക്വയർ എന്ത് കിട്ടും, എൽ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് എ ബൈ 2 ദ ഹോൾ സ്ക്വയർ. അതായത് എ ബൈ 2 ദ ഹോൾ സ്ക്വയറിനെ റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുന്നു. ഇനി നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എൽ കണ്ടുപിടിക്കാൻ പറ്റും. സോ എ സ്ക്വയർ മൈനസ് എ ബൈ 2 ദ ഹോൾ സ്ക്വയർ എ സ്ക്വയർ ബൈ 4 ആണ്. ഓക്കെ, അപ്പോൾ 4 നമുക്ക് ഡിനോമിനേറ്ററിൽ എഴുതാം. എ സ്ക്വയർ ഇൻറ്റു 4 എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ. 4 എ സ്ക്വയറിന് എ സ്ക്വയർ കുറച്ചാൽ എത്ര കിട്ടും, 3 എ സ്ക്വയർ വരും. 3 എ സ്ക്വയർ ബൈ 4. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് എൽ, ദിസ് ഇസ് എൽ സ്ക്വയർ ആണ്. എൽ എന്താണ്, അപ്പോൾ എല്ലാത്തിന്റെയും സ്ക്വയർ റൂട്ട് എടുക്കുക. 3ന്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ √3 കിട്ടും. എ സ്ക്വയറിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ എ ആകും. 4ന്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ 2 ആകും. സോ നമുക്ക് എൽ എന്ന് പറയുന്നത് √3 എ ബൈ 2 എന്ന് കിട്ടും. ഓക്കെ, സോ നമുക്ക് ഇവിടെ എഴുതാം, ലെറ്റ് ബേസ് എഡ്ജ് ബി എ. Therefore, lateral edge E is also equal to A. Reason നമുക്ക് എഴുതാം, given. ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട് ഇത് രണ്ടും സെയിം ആണ്. Then slanted ചെരിവുയരം L എന്ന് പറയുന്നത് എന്താ കിട്ടുക, √3a by 2 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ബേസ് എഡ്ജ് എഴുതി എ ആണെന്ന്, സ്ലാൻഡേറ്റ് കണ്ടുപിടിച്ചു √3a by 2 ആണെന്ന്. ഇനി ഹൈറ്റ് കാണണം. അപ്പൊ നമുക്ക് ഹൈറ്റ് വരുന്ന റിസൾട്ട് ഏതാ, റിലേഷൻ ഏതാണ് ഹൈറ്റ് വരുന്നത്, LHA ആണ്. ഓക്കെ, LHA എന്ന് പറഞ്ഞാൽ എന്താണ്, L സ്ക്വയർ ഇസ് ഈക്വൽ ടു H സ്ക്വയർ പ്ലസ് എ ബൈ 2 ദ ഹോൾ സ്ക്വയർ ആണ്. L നമുക്ക് ഇവിടെ കിട്ടി, L സ്ക്വയർ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. എന്താണ്, 3a സ്ക്വയർ ബൈ 4 ആണ്. അങ്ങനെയാണെങ്കിൽ H ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിന് അവിടെ തന്നെ നിർത്താം. പ്ലസ് എ ബൈ 2 ദ ഹോൾ സ്ക്വയറിനെ എങ്ങനെ എഴുതാം, എ സ്ക്വയർ ബൈ 4 എന്ന് എഴുതിക്കൂടെ. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി H സ്ക്വയർ. H സ്ക്വയർ എന്താ, ഈ എ സ്ക്വയർ ബൈ 4ന് ഇതിന്റെ കൂടെ കൊണ്ടുവരണം. സോ ഓൾറെഡി 3a സ്ക്വയർ ബൈ 4 ഉണ്ട്. അപ്പോൾ ഇത് ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് മൈനസ് എ സ്ക്വയർ ബൈ 4 ആണ് വരിക. ഓക്കെ, ഡിനോമിനേറ്റർ സെയിം ആണ്. സോ അതേ ഡിനോമിനേറ്റർ എഴുതാം. ന്യൂമറേറ്റർ സബ്ട്രാക്ട് ചെയ്യുക. 3a സ്ക്വയറിൽ നിന്ന് എ സ്ക്വയർ പോയാൽ ബാക്കി 2a സ്ക്വയർ. 2 by 4, 2നെ 4നെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 വരും. 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 വരും. സോ നമുക്ക് എന്ത് കിട്ടും, എ സ്ക്വയർ ബൈ 2 എന്ന് കിട്ടും. H സ്ക്വയർ ആണ് എ സ്ക്വയർ ബൈ 2. H സ്ക്വയർ എ സ്ക്വയർ ബൈ 2 ആണെങ്കിൽ H എന്താണ്, എല്ലാത്തിന്റെയും സ്ക്വയർ റൂട്ട് എടുക്കുക. എ സ്ക്വയറിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ എ കിട്ടും. 2ന്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ √2 കിട്ടും. സോ അങ്ങനെയാണെങ്കിൽ therefore ഹൈറ്റ് അഥവാ ഉയരം H is equal to എന്താണ് കിട്ടുക, a by √2 ആണ് കിട്ടുക. ഇനി ഇത് മൂന്നും തമ്മിലുള്ള റേഷ്യോ കാണണം. റേഷ്യോ ഓഫ് ബേസ് എഡ്ജ്, സ്ലാൻഡൈറ്റ് ആൻഡ് ഹൈറ്റ്. പാദവക്കും ചെരിവുയരവും ഉയരവും തമ്മിലുള്ള അംശബന്ധം. സോ ബേസ് എഡ്ജ് നമ്മൾ എന്താണ് എടുത്തത്, ബേസ് എഡ്ജ് എ ആയിട്ടാണ് എടുത്തത്. സോ എ ഈസ് 2. സ്ലാൻഡൈറ്റ് എൽ നമ്മൾ കണ്ടുപിടിച്ചു. എന്താണ്, √3a by 2 ഈസ് 2. ഹൈറ്റ് നമ്മൾ കണ്ടുപിടിച്ചു a by √2.
ഓക്കെ, റേഷ്യോ എഴുതുമ്പോൾ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിലാണ് എഴുതുക. അപ്പൊ നിങ്ങൾക്ക് 3 ഭാഗത്തേക്ക് 3 ടേംസിൽ നോക്കുമ്പോൾ എല്ലായിടത്തും എ ഉണ്ട്. സോ എല്ലാ ടേമിൽ നിന്നും നമുക്ക് എന്ത് കട്ട് ചെയ്യാം? എനെ കട്ട് ചെയ്യാം. അപ്പൊ ബാക്കി നമുക്ക് എന്താ ഉള്ളത്? 1:√3/2 ബാക്കി ഇവിടെ 1/√2. അപ്പൊ റേഷ്യോ എഴുതുമ്പോൾ ഒരിക്കലും നമ്മൾ ഫ്രാക്ഷന്റെ രൂപത്തിൽ എഴുതാറില്ല. അപ്പൊ ഇവിടെ നോക്ക്, ഒന്നാമത്തേല് ഡിനോമിനേറ്റർ ഇല്ല. ഓക്കെ, ഫ്രാക്ഷൻ രൂപത്തിലല്ല തന്നിരിക്കുന്നത്, അതുകൊണ്ട് ഡിനോമിനേറ്റർ കൺസിഡർ ചെയ്യേണ്ട കാര്യം ഇല്ല. രണ്ടാമത്തേല് 2 ഡിനോമിനേറ്റർ ഉണ്ട്. മൂന്നാമത്തേല് √2 ഡിനോമിനേറ്റർ ഉണ്ട്. ഇത് രണ്ടും സെയിം അല്ല ആണല്ലോ. അപ്പൊ എന്ത് ചെയ്യാം? 2 ടേം എല്ലാ ടേമിനെയും 2 കൊണ്ടും √2 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, മൾട്ടിപ്ലൈങ് throughout by 2√2. അപ്പൊ ഒന്നിനെ 2√2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക? 2√2 is 2. √3/2നെ 2√2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക? √3/2 into 2√2. 2 2 പോവും. ബാക്കി നമുക്ക് √3 into √2 വരും. അതെത്രയാണ്? √6 ആണ്. is to 1/√2നെ 2√2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക? 2 ആണ് വരിക. അതായത് ആദ്യം കിട്ടിയത് 2√2, √6 എന്ന് പറയുന്നത് √2 into √3 ആണ്. √2നെ എങ്ങനെ എഴുതാം? √2 into √2 എന്ന് എഴുതിക്കൂടെ? അങ്ങനെയാകുമ്പോ 3 ടേമിൽ എന്തുണ്ട്? √2 ഉണ്ട്. √2നെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ നമുക്ക് ആൻസർ കിട്ടി 2:2. ഇവിടെ √3 ഇവിടെ √2. ഇതാണ് ഒരു സ്ക്വയർ പിരമിഡിന്റെ എല്ലാ എഡ്ജസും ഈക്വൽ ആണെങ്കിൽ ബേസ് എഡ്ജും സ്ലാന്റ് ഹൈറ്റും ഹൈറ്റും തമ്മിലുള്ള റേഷ്യോ. വളരെ സിമ്പിൾ ആണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ബേസ് എഡ്ജ് ഏതെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്യാം. അപ്പൊ ബേസ് എഡ്ജ് എപ്പോഴും എ ആയിട്ട് തന്നെ ഫിക്സ് ചെയ്യാം. അപ്പൊ മറ്റേ എഡ്ജും എക്ക് ഈക്വൽ ആണെന്ന് പറയുമ്പോൾ ഇയും എ ആണ്. നമുക്ക് കണക്ട് ചെയ്യേണ്ടത് സ്ലാന്റ് ഹൈറ്റും ഹൈറ്റും ആണ്. സ്ലാന്റ് ഹൈറ്റ് ഇയും എയും അറിയാമെങ്കിൽ സ്ലാന്റ് ഹൈറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന റിലേഷൻ ഈ ലാ എന്നുള്ള E² = L² + A/2² ആണ്. സോ അവിടെ നിന്ന് L കണ്ടുപിടിക്കുക. അതേപോലെ എച്ചിനെ കണക്ട് ചെയ്യുന്ന റിസൾട്ട് LHA ആണ്. സോ അവിടെ നിന്ന് എച്ചും കണ്ടുപിടിക്കുക. ഇവ മൂന്നും തമ്മിലുള്ള റേഷ്യോ കാണാം. ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതും.